മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ്. ഈ സിനിമ 1.5 മണിക്കൂർ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. 2Dയിൽ അവൈലബിൾ ആണ്, 3Dയിൽ അവൈലബിൾ ആണ്, ഐമാക്സ്, 4DX എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ്. ഞാൻ കണ്ട 4DXിലാണ്. 4DXിൽ തന്നെ കാണുന്നൊരു നിർബന്ധമില്ല. ഈ സിനിമയിലെ 3D അടിപൊളിയാണ്. ഈ സിനിമ നല്ല രീതിയിൽ 3D എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ആനിമേഷൻ സിനിമയാണ്. ഈ സിനിമ ആനിമേഷൻ മൂവിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. മിനിയോൺ സിനിമ സീരീസ് പഴയ സിനിമകൾ കണ്ടവർക്ക് മനസ്സിലാവും. ഈ സിനിമയ്ക്കൊന്നും അങ്ങനെ വലിയൊരു സ്റ്റോറി ബേസ് കാണില്ല. ഒരു സിമ്പിൾ സ്റ്റോറി ആയിരിക്കും. ബാക്കിയെല്ലാം ആ ഒരു സ്റ്റോറി ബേസിൽ വെച്ച് ഒരുപാട് കോമഡികൾ, അതായത് നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ ഒരുപാട് ചിരിപ്പിക്കാം എന്നുള്ള ഒരു ലെവലിലാണ് ഈ സിനിമ ഫുള്ളായിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ഈ സിനിമ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ ഒരു സ്റ്റോറി തീം എന്ന് പറയുന്നത് മിനിയൻസ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും കൂടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ആ സിനിമയിൽ മോൺസ്റ്ററിന് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരിക്കുക. അത് 3D നല്ല രീതിയിൽ 3D ഒക്കെ കാണാൻ പറ്റിയ ഒരു തിയേറ്ററിൽ പോകാനേ ഞാൻ പറയൂ. ഐമാക്സിലും 4DXിലും ഒന്നും നിങ്ങൾ പോയി കാണാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾ സെലക്റ്റീവായിട്ട് സിനിമ കാണുന്നവരാണ്, പൈസ നോക്കിയൊക്കെ സിനിമ കാണുന്നവരാണെങ്കിൽ ഐമാക്സും 4DXും ഒക്കെ സെലക്ട് ചെയ്യുമ്പം മാക്സിമം വലിയ വലിയ സിനിമകൾ, അതായത് സ്പൈഡർമാൻ പോലത്തെയോ അടുത്ത് ഡൂം ഡേയ്സ് പറഞ്ഞ പോലത്തെ അതുപോലത്തെയോ ഒഡീസി പോലത്തെയോ വലിയ പടങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതൊന്നും അങ്ങനെ കാണേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ്. പേഴ്സണലി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ കണ്ട് ചിരിച്ചു എന്നതാണ് സത്യം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് 7+ ആണ്, അതായത് 7 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് കാണാം എന്നുള്ള റേഞ്ചിൽ, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു സിനിമയില്ല സത്യത്തിൽ. എല്ലാവർക്കും എൻജോയ് ചെയ്ത് ഒരുപാട് ചിരിക്കാം. ഓക്കെ, ബൈ.